വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. CPI സംസ്ഥാന കൗൺസിലിലെ കടുത്ത വിമർശനത്തിന് പിന്നാലെ വെള്ളാപ്പള്ളി ബിനോയ് വിശ്വം പോര് 10 വർഷം കൂടെന്നെല്ലാം നേടിയിട്ട് ഇപ്പോൾ തള്ളിപ്പറയുന്ന ചതിയൻ ചന്തുമാരാണ് CPI എന്ന് വെള്ളാപ്പള്ളി വിമർശിച്ചു. മുഖ്യമന്ത്രിക്കൊപ്പം കാറിൽ കയറിയത് എന്ത് തെറ്റാണെന്നും ചോദിച്ചു. എന്നാൽ വെള്ളാപ്പള്ളിയല്ല LDFന്റെ മുഖമെന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ മറുപടി. തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരം തന്നെ നിലപാടിലാണ് CPI. പിണറായി വിജയന്റെ ശൈലി മാറണം, അല്ലെങ്കിൽ അദ്ദേഹം തിരുത്തണമെന്ന ആവശ്യം CPIയുടെ സംസ്ഥാന കൌൺസിൽ കഴിഞ്ഞ ദിവസമാണ് ഉയർന്നു വന്നത്. മുഖ്യമന്ത്രിക്ക് രൂക്ഷ വിമർശനം കൌൺസിൽ ഉയർന്നു വന്നു. മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്ന വെള്ളാപ്പള്ളി നടേശനെതിരെയും അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നു വന്നത്. ആ സാഹചര്യത്തിലാണ് വെള്ളാപ്പള്ളി നടേശന്റെ പുതിയ പ്രസ്താവന കൂടി ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. എന്തിന് പിണറായി മാറണം? വർഗീയ കലാപങ്ങളില്ലാത്ത കാലമാണ്. പിണറായി വിജയൻ എന്ത് തെറ്റാണ് ചെയ്തത്? തന്നെ കാറിൽ കയറ്റി എന്താണ് തെറ്റ്? താനൊരു പിന്നാക്കക്കാരനായതുകൊണ്ടാണ്, അയിത്തജാതിക്കാരനാണോ താൻ എന്ന ചോദ്യമാണ് വെള്ളാപ്പള്ളി മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റേതെങ്കിലും മുന്നാക്ക സമുദായ അംഗമാണ് മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയതെങ്കിൽ ഇത്തരം വിമർശനം ഉണ്ടാകുമായിരുന്നു എന്ന് കൂടി വെള്ളാപ്പള്ളി ചോദിക്കുന്നു. ഈ ശിവേരി വന്നിട്ടൊരു സംവാദം ഉണ്ടാക്കുന്നത് ചെയ്യാറില്ല. കാരണം ഞാൻ ഒരു അയിത്തജാതിക്കാരനല്ലേ. ഞാൻ മുഖ്യമന്ത്രിയുടെ വണ്ടി കയറിയതല്ലേ ഇവിടുത്തെ നിങ്ങൾക്കെല്ലാം വലിയ പ്രശ്നം. ഒരു പ്രത്യേകക്കാരൻ കാണുകയും കൂട്ടത്തിൽ ചിലരെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു മുന്നോക്കക്കാരൻ കയറിയതെങ്കിലും കൊണ്ടുവരുന്ന ഒരു മുന്നോക്കക്കാരൻ ആ വണ്ടി കയറുമായിരുന്നു കൊണ്ടുവരുന്ന ഒരു ന്യൂനപക്ഷക്കാരൻ കയറുമായിരുന്നു കൊണ്ടുവരുന്ന ഈ പിന്നോക്കക്കാരനാണ് ഞാൻ ആ വണ്ടിയിൽ നിന്ന് കയറിയെന്ന് പറഞ്ഞ് നിങ്ങളിവിടെ എല്ലാം എന്നെ കൊല്ല ചെയ്തില്ലേ? പിണറായി വിജയന്റെ ശൈലി മാറണമെന്ന് CPI ആവശ്യപ്പെടുമ്പോഴും പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാവണമെന്ന് ആവർത്തിച്ചാവശ്യപ്പെടുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തത്. താൻ വീണ്ടും അക്കാര്യം തന്നെ പറയുമെന്ന് പറഞ്ഞുകൊണ്ട് പിണറായിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ മുഷ്ടി ചുരുട്ടി അദ്ദേഹം പിണറായിയുടെ പേര് പറഞ്ഞാണ് ഈ ശിവഗിരിയിൽ നിന്ന് ഇന്ന് മടങ്ങിയത്. പിണറായി വിജയൻ തന്നെ മതി, പിണറായി വിജയൻ തന്നെ നയിക്കട്ടെ എന്നാണ്. എന്താ കുഴപ്പം? ഇനിയും നയിക്കട്ടെ, മൂന്നാമതും നയിക്കട്ടെ. അതിന് എന്താ കുഴപ്പം? ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിട്ടെ, ഈ 10 കൊല്ലം ഇവിടെ ഒരു മാറാട് കലാപം ഉണ്ടായോ മിസ്റ്ററെ? വർഗീയ കലാപം ഉണ്ടായോ? പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എനിക്ക്. ഈ വർഗീയ കലാപകാരികളാണ് ഇപ്പൊ ഇവിടെ നടത്തുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം CPI സംസ്ഥാന കൌൺസിൽ ഉയർന്നു വന്ന വിമർശനങ്ങളൊക്കെ ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. തിരുത്താനും മുന്നണിയെ നന്നാക്കാനുമാണ്, മുന്നണി നശിപ്പിക്കാനല്ല വിമർശനങ്ങൾ എന്ന മറുപടിയാണ് ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി നൽകുന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ വെള്ളാപ്പള്ളി അല്ല ഇടതുമുണ്ട് മുഖമെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെതിരായ വിമർശനങ്ങളും അദ്ദേഹം ആവർത്തിക്കുകയാണ്. മാത്രമല്ല വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞത് CPI ചതിയൻ ചന്തുമാരാണ്, 10 വർഷം കൂടെ നിന്നിട്ട് ഇപ്പോൾ തള്ളിപ്പറയുന്നു എന്നാണ് വെള്ളാപ്പള്ളി ആരോപിച്ചത്. അതിനുള്ള മറുപടി ബിനോയ് വിശ്വം നൽകുന്നുണ്ട്. ജനങ്ങൾക്ക് എല്ലാവരെയും അറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അറിയാം, ഈ പറഞ്ഞ ആളെയും അറിയാം. ഈ തലക്ക് ചേരില്ല, CPI തലക്ക് ആ കുപ്പി ചേരില്ല. ആ കുപ്പി ആ തലക്കേ ചേരൂ. ആരായാലും ഇത് പറഞ്ഞ സന്തോഷം. ഏതായാലും സർക്കാർ അവസാന മാസങ്ങളിലേക്ക്, ആഴ്ചകളിലേക്ക് കടക്കുമ്പോൾ അടുത്ത തവണ ആരിടതുകൊണ്ട് നയിക്കുമെന്ന ചർച്ചകൾ സജീവമാണ്. അവിടെ പിണറായി വിജയനൊപ്പം അടിയുറച്ചു നിൽക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. മുഖ്യമന്ത്രി പൂർണ്ണമായും മാറണമെന്ന് CPI പറയുന്നില്ല, പക്ഷേ അദ്ദേഹം ശൈലി തിരുത്തണം, തെറ്റുതിരുത്തി ഏകാധിപത്യ പ്രവണതകൾ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകണമെന്ന ആവശ്യമാണ് CPIയുടെ നേതൃയോഗങ്ങൾ ഉയർന്നു വന്നത്. വരും ദിവസങ്ങളിലും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ആരാണ് മുന്നണിയെ നയിക്കുമെന്നുള്ളതാണ്. CPM-ഉം പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നില്ല. പിണറായി വിജയൻ തന്നെ പ്രചരണം നയിക്കുമെന്ന ഒരു സന്ദേശം CPM-ന്റെ നേതൃയോഗങ്ങളിൽ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി പങ്കെടുത്ത MA ബേബി അടക്കമുള്ളവർ നൽകിയത്. മാധ്യമങ്ങളോട് ക്ഷുഭിതനായി SNDP യോഗം ജനറൽ സെക്രട്ടറി. മലപ്പുറത്ത് SNDPക്ക് സ്കൂൾ അനുവദിച്ച് കിട്ടാത്തതിനുള്ള ചോദ്യമാണ് വെള്ളാപ്പള്ളിയെ പ്രകോപിപ്പിച്ചത്. സ്കൂളുകൾ തുടങ്ങാൻ സമ്മതിക്കുന്നില്ല, അത് തുടങ്ങാൻ സത്യമല്ലേ? ഞാൻ 3 ജില്ല ചേർക്കുന്നുണ്ട് മലബാർ പ്രദേശത്ത്. മലപ്പുറത്തുണ്ടോ, വയനാടുണ്ടോ, കാസർഗോഡുണ്ടോ? ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞുപോയി. സ്ഥലം എല്ലാം ഉണ്ട്, അനുവാദം തരണം സർക്കാരിന്റെ. ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ടറെ നിങ്ങൾ കുറെ നാളായി നിങ്ങൾ തുടങ്ങിയിട്ട്, ഞാൻ കുറെ നാളായി തുടങ്ങിയിട്ട് കുറെ പണി നടേശനാണെന്നാണ് പറയുന്നത്.
ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ സംഘപരിവാറിനെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഐതിഹ്യങ്ങളെ ചരിത്രമാക്കി മാറ്റുകയാണെന്നും ഇത് സാംസ്കാരിക ഫാസിസത്തിന്റെ ദൗത്യത്തിന്റെ ഭാഗമാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ഗുരു തിരസ്കരിച്ച അന്ധവിശ്വാസങ്ങളെ സിലബസിൽ ഉൾപ്പെടുത്തുന്നുവെന്നും ഗുരുദേവ ദർശനങ്ങളെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമം നടക്കുന്നുവെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഐതിഹ്യങ്ങളെയും കൽപ്പിത ഭാവനങ്ങളെയും ചരിത്ര സത്യങ്ങളായി അവതരിപ്പിക്കുന്നു. മനുഷ്യന്റെ യുക്തിചിന്തയെയും സ്വാതന്ത്ര്യദാഹത്തെയും ചങ്ങലക്കിടുകയാണ് ലക്ഷ്യം. ഇത് സാംസ്കാരിക ഫാസിസത്തിന്റെ ദൗത്യം തന്നെയാണെന്ന് തിരിച്ചറിയാൻ ജനാധിപത്യ വിശ്വാസികൾക്ക് കഴിയണം. ഗുരു എന്നും ചെറുതോൽപ്പിക്കാൻ ശ്രമിച്ച അന്ധവിശ്വാസങ്ങളെ സിലബസിൽ ഉൾച്ചേർക്കുന്നത് ഗുരുവിന്റെ യുക്തിപൂർണമായ വിദ്യാഭ്യാസ ചിന്തയെ ധിക്കരിക്കലാണ് എന്ന് മാത്രം പറയട്ടെ. ഗുരുദേവ ദർശനങ്ങളെ വക്രീകരിച്ച് ഹൈജാക്ക് ചെയ്യാൻ ചില ശക്തികൾ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്ന പശ്ചാത്തലത്തിലാണ് 93ാമത് ശിവഗിരി തീർത്ഥാടനം ഇത്തവണ നടക്കുന്നത്. ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിന്റെയോ അതിരുകൾക്കുള്ളിൽ ഗുരുവിനെ തളച്ചിടാനുള്ള ഗൂഢശ്രമങ്ങൾക്കെതിരെ നാം ജാഗ്രത പാലിക്കണം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും മുൻപ് രാഷ്ട്രീയ ഉന്നതർക്ക് കേസുമായുള്ള ബന്ധം വിശദമായി പരിശോധിക്കാനുള്ള നടപടികൾ SIT ഊർജിതമാക്കി. ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരെ ഒരുമിച്ച് ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പിന്റെ വ്യാപ്തി പുറത്തുവരുമെന്ന വിലയിരുത്തലാണ് SIT. രാഷ്ട്രീയമായി ഉന്നതർക്ക് ബന്ധമുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന കേസുകളിൽ സാധാരണയായി അന്വേഷണം നടത്തുന്നത് കേന്ദ്ര ഏജൻസികളായിരിക്കും. അങ്ങനെ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണത്തിലാണ് മുഖം നോക്കാതെയുള്ള നടപടികളിലേക്ക്, അതായത് അത് എത്ര വലിയ ഭരണതലത്തിൽ ഉന്നതരായാലും അവരിലേക്കൊക്കെ മുഖം നോക്കാതെയുള്ള നടപടികളിലേക്ക് യാതൊരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ സാധാരണയായി എത്തിച്ചേരുക. പക്ഷേ ഇവിടെ SITയുടെ ഭാഗത്ത് SITക്ക് മേലുള്ള വലിയൊരു സമ്മർദ്ദം ഈ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ കേസിൻ്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്, അന്വേഷണം ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 10 അംഗ ടീമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളത് SP ശശിധരന്റെ നേതൃത്വത്തിൽ. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് 10 പേരുടെ അറസ്റ്റ് ഇതിനോടകം രേഖപ്പെടുത്തുകയും അതിൽ 3 പേർക്ക് രാഷ്ട്രീയമായി ഭരണകക്ഷിയുമായി വളരെ അടുത്ത ബന്ധമുണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു അസാധാരണമായ സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം ഇനി എവിടെയൊക്കെ എന്ന് ഏറ്റവും ആകാംക്ഷ ഉയർത്തുന്ന ഒരു ചോദ്യം വരുന്നത്. അന്വേഷണത്തിൻ്റെ സമയപരിധി തീരാൻ പോവുകയാണ്. അതിനു മുമ്പ് ഒരു ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം വരുന്ന ആഴ്ച സമർപ്പിച്ചേക്കും. ആ റിപ്പോർട്ടിൽ ഇതുവരെയുള്ള തുടർ നീക്കങ്ങൾ, അതായത് കഴിഞ്ഞ തവണ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായ വിമർശനങ്ങൾ, അതായത് ഈ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥർക്കപ്പുറത്തേക്ക് ഉന്നതരിലേക്ക് എത്താൻ എന്തുകൊണ്ട് SITക്ക് കഴിയുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നതാണ് SITക്ക് മുമ്പിലെ പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിനിടയിലാണ് മുൻ ദേവസ്വം മന്ത്രി കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ, അതോടൊപ്പം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരെ വിശദമായി കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന കാര്യം കടകംപള്ളി സുരേന്ദ്രനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുരുക്ക് മുറുകുന്ന സാഹചര്യം ഈ SIT നടത്തുന്ന അന്വേഷണത്തിൽ ഉണ്ടാകുമോ എന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നമുക്ക് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം ഉദ്യോഗസ്ഥർ വലിയ തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സമ്മർദ്ദത്തിലാണ് എന്നത് തന്നെയാണ്. അതായത് ഈ കടകംപള്ളി സുരേന്ദ്രനെ ഈ കേസുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ഒന്നും ഇതുവരെ SITയുടെ പക്കൽ ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഇതുവരെ ലഭിക്കുന്ന സൂചനകൾ. അതേസമയം കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായി ഇരിക്കുന്ന സമയത്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഈ തട്ടിപ്പിൻ്റെ ഇടപാടുകൾ സന്നിധാനത്ത്
കാലത്ത് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അന്നത്തെ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ കടകംപള്ളി സുരേന്ദ്രനെ എങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന് ഏറ്റവും സാങ്കേതികത്വം ഉണർത്തുന്ന ഒരു ചോദ്യമാണ് അവിടെ ഉയരുന്നത്. അതേസമയം ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനങ്ങൾക്ക് താൻ ഉത്തരവാദിയല്ല എന്ന് കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ വീണ്ടും കടകംപള്ളി സുരേന്ദ്രനെ ഈ കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയുന്നതിന് വേണ്ടി വീണ്ടും വിളിച്ചു വരുത്തുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ആ കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം വകുപ്പിലേക്ക് ലഭിച്ച ചില അഭ്യർത്ഥനകൾ, അതിൻ്റെ പകർപ്പുകൾ ഇതൊക്കെ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നാണ് സൂചന. ഒരുപക്ഷെ ഇതിനോടകം SIT അത് ശേഖരിച്ചിട്ടുണ്ടായിരിക്കാമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതോടൊപ്പം സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ഈ 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊരു വ്യക്തത കൈവരുമെന്ന പ്രതീക്ഷയിലാണ് SIT ഉള്ളത്. ഒരു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF കൺവീനർ അടൂർ പ്രകാശിന്റെ മൊഴി രേഖപ്പെടുത്താൻ SIT. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം ചോദിച്ചറിയാനാണ് നീക്കം. സോണിയാഗാന്ധിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉണ്ടാവും. അതേസമയം മൊഴിയെടുക്കാൻ വിളിപ്പിച്ചെന്ന വാദം അടൂർ പ്രകാശ് തള്ളി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നതിനിടയിലാണ് UDFന്റെ കൺവീനർ കൂടിയായ അടൂർ പ്രകാശിൽ നിന്ന് മൊഴിയെടുക്കാനുള്ള ഒരു നീക്കം SITയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നാണ് വിവരം. വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശിന് SIT നോട്ടീസ് നൽകിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സോണിയാഗാന്ധിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തി നൽകിയത് എന്ത് പശ്ചാത്തലത്തിലാണ്, അതിലേക്ക് നയിച്ച സാഹചര്യം എന്താണ്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടിയാണ് SITയുടെ നീക്കം. അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടൂർ പ്രകാശിന് എത്ര കാലമായി അറിയാമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലും SIT വ്യക്തത തേടും. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ അടൂർ പ്രകാശ് കൃത്യമായി അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതായത് ഇങ്ങനെ ഒരു തട്ടിപ്പുകാരൻ ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് അറിയാതെയാണ് ഈ സോണിയാഗാന്ധിയെ കാണുന്ന സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം താൻ കൂടി പോയത്. അതിനപ്പുറത്തേക്ക് ഇങ്ങനെയൊരു വലിയ തട്ടിപ്പുകാരനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് തനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശിന് അറിയാമോ എന്ന കാര്യത്തിലും പ്രത്യേക അന്വേഷണ സംഘം വ്യക്തത തേടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസ് അതിൻ്റെ ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയും ഹൈക്കോടതിയിൽ അടുത്തയാഴ്ച ഇടക്കാല റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിക്കാനിരിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അടൂർ പ്രകാശിൻ്റെ കൂടി മൊഴിയെടുക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് SIT ഇപ്പോൾ എത്തുന്നതെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF കൺവീനർ അടൂർ പ്രകാശിന്റെ മൊഴിയെടുക്കലിൽ വിമർശനവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. CPM പ്രതിരോധത്തിലാകുമ്പോൾ പുതിയ നീക്കങ്ങളുമായി വരികയാണെന്നാണ് വിമർശനം. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അല്ല, നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെന്ന്. അപ്പൊ നമുക്ക് കാത്തിരിക്കും കാണാം. അല്ല, ഇത് പലവട്ടം നമ്മൾ മറുപടി പറഞ്ഞതാണ്. സോണിയാഗാന്ധി അല്ലല്ലോ കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, അതുപോലെ കേരള മുഖ്യമന്ത്രി. ഇതെല്ലാം ചുമതലപ്പെട്ടവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നിയമം നിയമത്തിന്റെ വഴിക്ക് പോയി അന്വേഷണത്തിന്റെ പരിധിയിൽ ഓരോരാളും വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ഇഷ്യൂ മാറ്റിവിടാനും വേണ്ടി ഇല്ലാത്ത ഇഷ്യൂ മാറ്റിയെടുക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് വ്യക്തമാണ് കാര്യങ്ങൾ. ആ ശബരിമലയിലെ അന്വേഷണത്തിൽ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുന്നവരെ ഞങ്ങളെല്ലാവരും കണ്ണിലെണ്ണ ഒഴിച്ചുണ്ടാവും, കേരള ജനതയും ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ശബരിമല യുവതീ പ്രവേശന വിഷയമടക്കം പരിഗണിക്കാൻ 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കാൻ സാധ്യത തേടി സുപ്രീം കോടതി. സാധ്യത പരിശോധിക്കുന്നതിനായി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പരിശോധിക്കുന്നതായി വ്യക്തമാക്കി. മതസ്വാതന്ത്ര്യവും നീതി അവകാശങ്ങളും സംബന്ധിച്ച വിഷയങ്ങൾ, മതാചാരങ്ങളിൽ കോടതി ഇടപെട്ട് ലിംഗസമത്വം ഉറപ്പാക്കണോ എന്നീ വിഷയങ്ങളാണ് കോടതി പരിഗണിക്കുക. ഇക്കാര്യത്തിൽ സുപ്രധാന തീർപ്പ് ഉണ്ടായേക്കും. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് CPIM നേതാവ് M സ്വരാജ് നടത്തിയ പ്രസംഗത്തിൽ റിപ്പോർട്ട് തേടി കോടതി. യൂത്ത് കോൺഗ്രസ് നേതാവ് നൽകിയ പരാതിയിലാണ് കൊല്ലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടിയത്. 2018 പ്രസംഗത്തിന്റെ വീഡിയോ സഹിതമായിരുന്നു പരാതി. എല്ലാ ദിവസവും കന്യയ്യപ്പന്മാർ വരികയാണ്. എന്നെങ്കിലും ഒരിക്കലും ഇത് വരാതിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് മാളികപ്പുറത്തമ്മ ഇരിക്കുന്നത്.
അയ്യപ്പനും പ്രതീക്ഷ ഉണ്ടാവും, കാരണം എന്താ പറഞ്ഞ വാക്കാണ്. പക്ഷേ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാത്തിരുന്ന് മാളികപ്പുറത്തമ്മയ്ക്ക് ദുഃഖം സഹിക്കാനാവാതെ മാളികപ്പുറത്തമ്മ കരഞ്ഞു. അതാണ് ആ കണ്ണുനീരിങ്ങനെ വന്ന് വീണ് അത് ഒരു മഹാപ്രളയമായി മാറി. അങ്ങനെയാണ് കേരളത്തിൽ പ്രളയം ഉണ്ടായി. മനസ്സിലായി. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദ പരാമർശത്തിൽ CPM നേതാവായ M. സ്വരാജിനെതിരെയാണ് ഇപ്പോൾ കോടതി വിശദീകരണം തേടിയിരിക്കുന്നത്. കൊല്ലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇപ്പോൾ ഒരു വിശദീകരണം ആവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പേപ്പർ നൽകിയിരിക്കുന്നത്. 2018 ഒരു പ്രസംഗത്തിലാണ് ഇത്തരത്തിലുള്ളൊരു വിവാദ പരാമർശം സ്വരാജ് ഉന്നയിച്ചത്. തുടർന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പരാതി നൽകി സിറ്റി പോലീസ് കമ്മീഷണർക്ക് അടക്കം പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ കേസെടുക്കാൻ തയ്യാറാകാതിനെ തുടർന്ന് കോടതിയെ സമീപിക്കുകയായിരുന്നു. കോടതിയാണ് ഇപ്പോൾ അടിയന്തരമായിട്ട് ഈ ഒരു വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. അയ്യപ്പൻ്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടു എന്നും മാളികപ്പുറത്തിൻ്റെ കണ്ണുനീരിലാണ് അവിടെ പ്രളയം ഉണ്ടായതെന്നും അടക്കമുള്ള വിവാദ പരാമർശങ്ങളാണ് അന്ന് ആ പ്രസംഗത്തിനിടയിൽ സ്വരാജ് പറഞ്ഞിരുന്നത്. ഇതിൻ്റെ ദൃശ്യങ്ങൾ സഹിതമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് പരാതി നൽകിയത്. ഈ പരാതി തുടർന്നാണ് കോടതിയിൽ ഇപ്പോൾ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SITയിൽ CPM ബന്ധമുള്ള 2 CIമാരെ നിയോഗിച്ചത് അന്വേഷണം അട്ടിമറിക്കാനാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിയമനത്തിന് പിന്നിൽ മുതിർന്ന 2 IPS ഉദ്യോഗസ്ഥരും ക്രൈംബ്രാഞ്ചിലെ ഉന്നതരുമുണ്ടെന്നും SITയെ നിർവീര്യമാക്കാനുള്ള നീക്കത്തിൽ ഹൈക്കോടതി അടിയന്തരമായി ഇടപെടണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. സ്മാർട്ട് സിറ്റി ഇലക്ട്രിക് ബസ് വിവാദത്തിൽ തിരുവനന്തപുരം മേയർക്ക് മറുപടിയുമായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ബസ്സുകൾ കോർപ്പറേഷൻ്റെതല്ലെന്നും 60% വിഹിതം സംസ്ഥാന സർക്കാരിൻ്റെതാണെന്നും മന്ത്രി പറഞ്ഞു. അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് KSRTC ആണെന്നും മന്ത്രി പ്രതികരിച്ചു. ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ പണം എന്ന് പറയുന്നതും സ്റ്റേറ്റ് ഷെയർ എന്ന് പറയുന്നതും സംസ്ഥാന ഖജനാവിൽ നിന്ന് പോകുന്നതാണ്. കേന്ദ്രം നൽകിയിട്ടുള്ളത് 500 കോടി. അപ്പോൾ ആ പദ്ധതിയുടെ 50%-ലധികം തുക, ഏതാണ്ട് 60% തുകയും സംസ്ഥാന സർക്കാരിൻ്റെതാണ്. കോർപ്പറേഷൻ്റെ എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെതാണ്. കോർപ്പറേഷൻ്റെ തനത് ഫണ്ടാകാം, അല്ലെങ്കിൽ പ്ലാൻ ഫണ്ടാകാം, അത് സംസ്ഥാന ഖജനാവിൽ നിന്ന് വരുന്നതാണ്. ഈ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ അനേകം വികസനങ്ങളുടെ ഭാഗമായി വാങ്ങിയതാണ് ഈ 113 വാഹനങ്ങൾ വാങ്ങുന്ന അതിനകത്ത് നിന്നാണ് വാങ്ങിയത്. 50 വാഹനങ്ങൾ KSRTC ഇവർക്ക് യാതൊരു കാര്യവുമില്ല, കോർപ്പറേഷൻ ഒരു കാര്യമില്ല. ഈ വണ്ടി തിരുവനന്തപുരത്തിന് പുറത്ത് ഓടുന്നില്ല, മറ്റ് ജില്ലകളിൽ ഓടുന്നുണ്ടെന്ന് അദ്ദേഹം ബഹുമാനായ മേയർ പറഞ്ഞു കേട്ടു. ഞാൻ കണ്ടില്ല. പക്ഷേ ഒരു ജില്ലയിൽ ഓടുന്നില്ല, വേറൊരു ജില്ലയിൽ ഇത് ഓടിക്കാൻ പറ്റത്തില്ല. ഇതിന് ഭയങ്കര മെയിൻ്റനൻസ് ആണ്. മറ്റൊരു വാർത്തയിലേക്ക്. സാൻഡ്വിച്ചിൽ ചിക്കൻ കുറഞ്ഞതിന് കയ്യാങ്കളി. കൊച്ചിയിലാണ് ചിക്കിംഗ് ഔട്ട്ലെറ്റിൽ ചൊവ്വാഴ്ച സംഭവമുണ്ടായത്. ഭക്ഷണം കഴിക്കാനെത്തിയ വിദ്യാർത്ഥികളുടെ സഹോദരങ്ങളും ചിക്കിംഗ് മാനേജരും തമ്മിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. വാക്കുതർക്കത്തിനൊടുവിൽ മാനേജർ കത്തിയുമായി കയ്യേറ്റം ചെയ്തുവെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് വിദ്യാർത്ഥികളുടെയും സഹോദരങ്ങളുടെയും പരാതി. വിദ്യാർത്ഥികളുടെ സഹോദരങ്ങൾ തന്നെ ആക്രമിച്ചെന്ന് മാനേജരും പരാതി നൽകിയിട്ടുണ്ട്. ഇരു കൂട്ടരുടെയും പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു. കൊച്ചിയിൽ നടക്കുന്ന CBC മീറ്റിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെയാണ് കൊച്ചിയിലെ ചിക്കിംഗ് ഔട്ട്ലെറ്റിലെ മാനേജർ കത്തി കാണിച്ചു എന്ന പരാതി വന്നിരിക്കുന്നത്. കത്തി കാണിച്ച് ഇവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പം ഈ മാനേജറുടെ ഭീഷണിയെ തുടർന്ന് വിദ്യാർത്ഥികൾ അവരുടെ സഹോദരനെ വിളിച്ചു വരുത്തുകയും സഹോദരൻ ഇവരിൽ നിന്ന് കത്തി വാങ്ങാൻ മൽപ്പിടുത്തം നടത്തുകയും എല്ലാം ചെയ്തു. അങ്ങനെ മാനേജറും തിരിച്ച് കേസ് കൊടുത്തിരിക്കുന്നു. ആ മാനേജറെ മർദ്ദിച്ചു എന്നതാണ് കേസ് കൊടുത്തിരിക്കുന്നത്. 2 പേരുടെയും പേരിൽ, മാനേജറുടെയും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ സഹോദരൻ്റെയും പേരിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഇതിന് കാരണമായിട്ട് പറയുന്നത് ഇവർ ഓർഡർ ചെയ്ത സാൻഡ്വിച്ചിൽ ചിക്കൻ്റെ അളവ് കുറവാണ് എന്ന് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിച്ചു. ഇത് ശരിയായ രീതിയല്ല എന്നതെല്ലാം തന്നെ വിദ്യാർത്ഥികൾ പറഞ്ഞപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ജീവനക്കാരും മാനേജറും രംഗത്ത് വരികയായിരുന്നു.
ഈ വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രോശിച്ചെടുത്ത ജീവനക്കാരുടെയും മാനേജറുടെയും ദൃശ്യങ്ങൾ വിദ്യാർത്ഥികൾ മൊബൈൽ ഫോണിൽ പകർത്തി. ഇത് കണ്ട കൂടുതൽ പ്രകോപിതനായി വിദ്യാർത്ഥികളെ മർദ്ദിക്കാനായിട്ട് മാനേജർ അടുത്തു ചെല്ലുകയായിരുന്നു. ഇതെല്ലാം വിദ്യാർത്ഥികളുടെ മൊബൈൽ ഫോണിലുള്ള ദൃശ്യങ്ങളിലുണ്ട്. അതിനുശേഷം ഈ വിദ്യാർത്ഥികൾക്ക് നേരെ ഇയാൾ കൗണ്ടറിൽ നിന്ന് കത്തിയെടുത്ത് വീശാനായിട്ട് ചെന്നു. അതോടൊപ്പം കത്തിയുമായിട്ട് പുറത്ത് കാത്തുനിന്നു. പുറത്തെത്തിയാൽ നിങ്ങളെ വകവരുത്തുമെന്ന രീതി ഭീഷണി മുഴക്കിക്കൊണ്ട് കാത്തുനിന്നുവെന്നാണ് പറയുന്നത്. ഇതുകൂടി ആയപ്പോഴാണ് വിദ്യാർത്ഥികൾ അവരിലൊരാൾ തങ്ങളുടെ സഹോദരനെ അവിടേക്ക് വിളിച്ചു വരുത്തി വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് സഹോദരനും മാനേജറും എല്ലാം ഇയാളുടെ കയ്യിൽ നിന്ന് കത്തി വാങ്ങാൻ മാനേജറുടെ കയ്യിൽ നിന്ന് കത്തി വാങ്ങാനുള്ള ശ്രമം നടത്തുകയും വലിയ രീതിയിലുള്ള ഒരു വാക്കേറ്റത്തിലേക്കും കയ്യാങ്കളിയിലേക്കും എല്ലാം നീങ്ങുകയും ചെയ്തു. തുടർന്ന് പോലീസ് വിവരമറിഞ്ഞ് എത്തി ഇരുവരെയും പിടിച്ചു മാറ്റുകയും ചെയ്തു. പക്ഷേ രണ്ടുപേരും പരാതി നൽകിയിട്ടുണ്ട്. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ രീതിയിൽ വിദ്യാർത്ഥികളെ കത്തിയുമായി ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതെങ്കിൽ തന്നെ മർദ്ദിച്ചു എന്ന പരാതിയാണ് മാനേജറുടെ ഭാഗത്തു നിന്ന് നൽകിയിരിക്കുന്നത്. രണ്ടുപേരുടെയും പേരിൽ പോലീസ് ഇപ്പോൾ കേസെടുത്ത തുടർ നടപടികളിലേക്ക് നീങ്ങുകയാണ്. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ മലയാളി വൈദികനെയും ഭാര്യയും സഹായിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ക്രിസ്മസ് പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കവെയാണ് പോലീസിന്റെ നടപടി. നാഗ്പൂർ മിഷനിലെ ഫാദർ സുധീർ, ഭാര്യ ജാസ്മിൻ, ഇവരുടെ സഹായി എന്നിവരാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ളത്. നാഗ്പൂരിലെ ഷിങ്കോഡിയിലാണ് സംഭവം. നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്ന് ആരോപിച്ചാണ് കസ്റ്റഡി എന്നാണ് CSI ദക്ഷിണ മേഖല മഹാ ഇടവക വിശദമാക്കുന്നത്. എന്നാൽ കസ്റ്റഡിയുടെ കാരണം പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. നാഗ്പൂരിലെ വൈദികരുടെ അറസ്റ്റ് ദുഃഖകരമായ സംഭവമെന്ന് CSI മലബാർ മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ. ഇക്കാര്യത്തിൽ പ്രതിഷേധം സംസ്ഥാന സർക്കാരിനെയും കേന്ദ്രത്തെയും അറിയിക്കും. പ്രധാനമന്ത്രിയെയും BJP നേതാക്കളും ക്രൈസ്തവരെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് ദുഃഖകരമാണെന്നും ബിഷപ്പ് പ്രതികരിച്ചു. ഞങ്ങൾ എല്ലാ തരത്തിലും ഈ കാര്യത്തിൽ ഞങ്ങളുടെ പ്രതിഷേധവും ഞങ്ങളുടെ ദുഃഖവും അധികാരികളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിനെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും ഈ കാര്യത്തിൽ ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നാഗ്പൂരിൽ നടന്ന വളരെ ദുഃഖകരമായ ഒരു സംഭവത്തിൽ CSI സഭയുടെ മുഴുവനായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുന്നു. ക്രൈസ്തവ മതവികാരം വ്രണപ്പെടുത്തുന്നതിനാണ് ബിനാലെ ചിത്രമെന്നും ഇതിനെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരെ വോട്ടിലൂടെ പ്രതികരിക്കുമെന്നും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫിലിപ്പ് കബീൽ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പേര് പറഞ്ഞ് ക്രൈസ്തവ വിശ്വാസം തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമം കേരളത്തിൽ ഉണ്ടാകുന്നുണ്ടെന്നും ഫിലിപ്പ് കബീൽ ആരോപിച്ചു. ഞങ്ങൾ പരിഭാവനമായിട്ട് കരുതുന്ന ഒരു വലിയ കാര്യത്തെ ഇവിടെ പൊതുസമൂഹത്തില് ബോധപൂർവം ഇകഴ്ത്തി കാണിക്കുകയും വികലമാക്കി കാണിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. അതിനെതിരെ പ്രതികരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ക്രൈസ്തവരെ ഇനിയും അത് പറഞ്ഞില്ലെങ്കിൽ ക്രൈസ്തവരുടെ ഇവിടുത്തെ വിശ്വാസ ജീവിതം തന്നെ ഇല്ലാണ്ടായി പോകും. അതുകൊണ്ട് ഞങ്ങൾ അതിശക്തമായി പ്രതികരിക്കും. അത് വോട്ടിലൂടെ വേണമെങ്കിൽ വോട്ടിലൂടെ പ്രതികരിക്കും. അതിലൊന്നും ഇടവരുത്താതെ സമാധാനത്തിന്റെ മാർഗത്തില്, സഹിഷ്ണുതയുടെ മാർഗത്തില്, പരസ്പര വിശ്വാസത്തിന്റെയും ബഹുമാനത്തിന്റെയും മാർഗത്തില് ചരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്ന് ഭംഗ്യതരേണ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സർക്കാരിനെതിരെ KCBC മദ്യവിരുദ്ധ സമിതി. മദ്യത്തിന് പേരിടൽ മത്സരം നടത്തുന്നത് നഗ്നമായ ചട്ടലംഘനമാണ്. മന്ത്രി MP രാജേഷ് മറുപടി പറയണമെന്നും തീരുമാനം പിൻവലിക്കണമെന്നും KCBC മദ്യവിരുദ്ധ സമിതി ആവശ്യപ്പെട്ടു. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കി മുതിർന്ന നേതാവ് അധിർ രഞ്ജൻ ചൗധരി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. പാർട്ടിയെ മുൻകൂട്ടി അറിയിക്കാതെ നടത്തിയ ഈ നീക്കത്തിൽ അതൃപ്തിയിലാണ് കോൺഗ്രസ്. നിലവിൽ പാർട്ടിയുമായി അകൽച്ചയിലുള്ള അധിർ രഞ്ജൻ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയെ കണ്ടത് രാഷ്ട്രീയ ചുവടുമാറ്റത്തിന്റെ സൂചനയാണോ എന്ന സംശയവും ബലപ്പെടുകയാണ്. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിന് വാടക അലവൻസ് ലഭിക്കുന്നുവെന്ന വാദം തെറ്റ്. ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ അലവൻസ് നൽകുന്നില്ലെന്നാണ് വിവരാവകാശ മറുപടി പ്രകാരം നിയമസഭാ സെക്രട്ടറി മറുപടി നൽകിയത്. മണ്ഡല അലവൻസ് എന്ന നിലയിലാണ് 25,000 രൂപ നൽകുന്നത്.
VK പ്രശാന്തിന്റെ MLA ഓഫീസുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പുതിയ നീക്കങ്ങൾ ഉണ്ടാവുകയാണ്. VK പ്രശാന്തിന്റെ MLA ഓഫീസ് 25,000 രൂപ MLA നിലയിൽ വാങ്ങിയിട്ടും നഗരസഭയുടെ കെട്ടിടത്തിൽ ചുരുങ്ങിയ വാടകയ്ക്ക് എന്തിന് ഓഫീസ് ഇട്ടിരിക്കുന്നു എന്ന ചോദ്യമാണ് BJP കേന്ദ്രങ്ങൾ പ്രധാനമായും ഉന്നയിച്ചത്. സാമൂഹ്യ മാധ്യമങ്ങളിലും അത് വലിയ വിമർശനമായി വന്നു. കോൺഗ്രസ് അത് ഏറ്റുപിടിച്ചു. ഇപ്പോൾ നിയമസഭാ സെക്രട്ടേറിയറ്റ് നൽകിയ ഒരു വിവരാവകാശ മറുപടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. VK പ്രശാന്ത് അല്ല, ഒരു MLAയ്ക്കും 25,000 രൂപ അല്ലെങ്കിൽ ഏതെങ്കിലും തുക ഓഫീസ് പ്രവർത്തനത്തിന് നൽകുന്നില്ല എന്ന ഒരു മറുപടിയാണ് നിയമസഭാ സെക്രട്ടറി നൽകിയിരിക്കുന്നത്. പക്ഷേ 25,000 രൂപ മണ്ഡലത്തിലെ ചെലവുകൾക്കായി നൽകുന്നുണ്ട്. അത് ഈ വാടകയ്ക്ക് മാത്രം ഉള്ളതല്ല എന്ന ഒരു വിശദീകരണമാണ് VK പ്രശാന്തിന്റെ ഓഫീസും നൽകുന്നത്. അതായത് 25,000 രൂപ ഈ റെന്റ് ഇനത്തിൽ വാങ്ങിയിട്ട് എന്തിന് ചുരുങ്ങിയ ചെലവിലുള്ള ഒരു ഓഫീസ് കോർപ്പറേഷന്റെ നഗരസഭയുടെ ബിൽഡിംഗിൽ തുടരുന്നു എന്ന ചോദ്യമാണ് ഉയർന്നു വന്നത്. അതിനുള്ള മറുപടി നിലയിലാണ് ഇപ്പോൾ ഈ നിയമസഭാ സെക്രട്ടറിയുടെ ഈ വിവരാവകാശ രേഖ മാറുന്നത്. കോൺഗ്രസും ഈ വിഷയത്തിൽ ശക്തമായ വിമർശനം പ്രശാന്തിനെതിരെ നടത്തിയിരുന്നു. ഇന്നലെ തന്റെ ചെറിയ ഓഫീസിൽ പ്രവർത്തനം ആരംഭിക്കുന്നുവെന്നും പറഞ്ഞ് ശ്രീലേഖ പ്രശാന്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന തൊട്ടടുത്ത മുറിയിൽ തന്നെ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ആ വിവാദം നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു വിവരാവകാശ രേഖ കൂടി പ്രശാന്തിന് അനുകൂലമെന്ന രീതിയിൽ പുറത്തു വരുന്നത്. അതേസമയം നഗരസഭയിലെ മറ്റ് വാടക കരാറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നഗരസഭയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. വൈകാതെ മുഴുവൻ രേഖകളും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും എടുക്കാനാണ് മേയർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് ചുരുങ്ങിയ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾ, ആ വാടക പോലും നൽകാത്ത കെട്ടിടങ്ങളുടെ കണക്ക്, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെയോ അവരുടെ സംഘടനകളുടെയോ നേതൃത്വത്തിൽ ഇത്തരം കെട്ടിടങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന കാര്യങ്ങളിലൊക്കെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. അതാണ് സാഹചര്യം. മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ സംസ്കാരം വൈകിട്ട് 4 മണിക്ക് തിരുവനന്തപുരം മുടവൻമുകളിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനും പശ്ചിമബംഗാൾ ഗവർണർ CB ആനന്ദബോസും വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. മന്ത്രിമാർ ഉൾപ്പെടെ ജനപ്രതിനിധികളും പ്രിയദർശൻ, MG ശ്രീകുമാർ തുടങ്ങിയ ചലച്ചിത്ര രംഗത്തെ നിരവധി പേരും ആദരാഞ്ജലി അർപ്പിക്കാനെത്തി. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അഭിലാഷ്, ഇപ്പോഴും അങ്ങോട്ടേക്ക് ജനപ്രവാഹമാണ്. മലയാളത്തിൻ്റെ മോഹൻലാലിൻ്റെ അമ്മയെ അവസാനമായി കാണാൻ എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? രഞ്ജിത്ത്, വലിയ തിരക്കാണ് ഇവിടെ ഇപ്പോഴും അനുഭവപ്പെടുന്നത്. വലിയ ക്യൂ ഉണ്ട്. രാവിലെ ഒരു 10 മണി വരെ നിയന്ത്രിക്കാവുന്ന തിരക്കായിരുന്നെങ്കിൽ ഒരു 10 മണിക്ക് ശേഷം വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ പ്രദേശത്തെ ആളുകളും മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകളും മോഹൻലാലിൻ്റെ ആരാധകരുമടക്കം നിരവധി ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. ശാന്തകുമാരി അമ്മ വിവാഹം കഴിഞ്ഞ് മോഹൻലാലിന് 3 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഈ വീട്ടിലേക്ക് എത്തുന്നത്, ഈ വീട് വെച്ച് ഇവിടേക്ക് എത്തുന്നത്. അന്നു മുതൽ കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് വരെ ഏതാണ്ട് ഇവിടെയാണ് താമസിച്ചത്. അപ്പോൾ ഈ അടുത്തുണ്ടായിരുന്ന ആളുകളടക്കം ഒരുപാട് പേർക്ക് ശാന്തകുമാരി അമ്മയുമായി പരിചയമുണ്ടായിരുന്നവരുണ്ടായിരുന്നു. അവരെല്ലാം ഒരു നോക്ക് കാണാനായി ഇവിടെ എത്തുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് ശവസംസ്കാരം നടക്കുന്നത്. അതിനു മുമ്പായി തന്നെ ഒരു നോക്ക് കാണാനായി ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്. വലിയ തിരക്കുണ്ട്. ഈ മുടവൻമുകൾ എന്ന് പറയുന്ന പ്രദേശം, അവിടെ കേശവദേവ് എന്ന് പറയുന്ന ഒരു റോഡിലേക്കാണ് ഈ ഒരു വീടിരിക്കുന്നത്, ഹിൽ വ്യൂ എന്ന് പറയുന്ന ഈ വീടിരിക്കുന്നത്. ഈ വീടിന്റെ പരിസരം മുഴുവൻ ആളുകൾ നിറഞ്ഞിരിക്കുന്നു. വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. ഇതിനിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ ബംഗാൾ ഗവർണർ CB ആനന്ദബോസ് എന്നിവരെത്തി അന്തിമോപചാരം അർപ്പിച്ചു മടങ്ങി. അതുപോലെ സിനിമാ രംഗത്തുള്ള നിരവധി പ്രമുഖർ ഇവിടെ എത്തിയിരിക്കുന്നു. മോഹൻലാലിൻ്റെ കൂടെ മോഹൻലാൽ അഭിനയിച്ചു തുടങ്ങുമ്പോൾ, സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ മോഹൻലാലിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളായിട്ടുള്ള പ്രിയദർശൻ, MG ശ്രീകുമാർ, ജഗദീഷ് തുടങ്ങി അവരെല്ലാം ഇപ്പോൾ രാവിലെ 5 മണി മുതൽ തന്നെ ഈ മുടവൻമുകളിലെ വീട്ടിലുണ്ട്. അതുപോലെ പ്രൊഡ്യൂസർ രഞ്ജിത്ത് ഉണ്ട്, മറ്റ് പ്രകാശ് വർമ്മ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി ആളുകൾ ഇവിടെ രാവിലെ മുതൽ തന്നെ ഉണ്ട്. അതിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ചടങ്ങുകൾ നടക്കുമ്പോൾ 11 മണിയോട് തന്നെ പ്രണവ് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ചടങ്ങിൽ പ്രണവും മോഹൻലാലും അടക്കം ആയിരിക്കും ചടങ്ങുകൾ ചെയ്യുക എന്നുള്ളതാണ് വിവരം. അങ്ങനെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമുണ്ട്. ഈ വീടെന്ന് പറയുന്നത് ശാന്തകുമാരി അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട വീടായിരുന്നു. മോഹൻലാൽ പലതവണ വിളിച്ചിട്ടും സിനിമാ തിരക്ക് കാരണം തിരുവനന്തപുരത്തേക്ക് എത്താനുള്ള ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും കൊച്ചിയിലേക്കും ചെന്നൈയിലുമൊക്കെ മാറി താമസിക്കാൻ ആവശ്യപ്പെടുമ്പോഴും ശാന്തകുമാരി അമ്മ തയ്യാറായിരുന്നില്ല. കാരണം അവർക്ക് അത്രത്തോളം പ്രിയപ്പെട്ട വീടായിരുന്നു. കല്യാണത്തിന് ശേഷം ഭർത്താവ് വിശ്വനാഥ് നായർ ജോലി കിട്ടിയ കാശിന് സ്ഥലം വാങ്ങി വെച്ച വീടാണ്, അവർക്ക് സ്വന്തമായി വെച്ച വീടാണ്. ഈ വീടിന് മുമ്പ് തിരുവനന്തപുരത്ത് അവർ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അങ്ങനെ സ്വന്തമായി അവർ വെച്ച വീട്, അതിനോടുള്ള ഒരു അടുപ്പമുണ്ട്. ആ വീട്ടിലാണ് ഇപ്പോൾ
ശാന്തകുമാരി അമ്മ ചേതനയേറ്റ് കിടക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഈ വീടിൻ്റെ പിന്നാമ്പുറത്തുള്ള ഭർത്താവ് വിശ്വനാഥ് നായരും മകൻ പ്യാരിലാലും 2000 മരിച്ചുപോയ പ്യാരിലാലിനുമൊപ്പം ഇന്ന് മുതൽ വൈകുന്നേരം 4 മണി മുതൽ അവരും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളും. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടുകളും ഇവിടെ ചെയ്തു കഴിഞ്ഞു. ചിത ഒരുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ, അതിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം. അതിനിടയിൽ മോഹൻലാലിൻ്റെ അമ്മയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ആയിരങ്ങളാണ് ഇവിടെ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ തിരക്കുണ്ട്. പ്രത്യേകിച്ച് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ, മലയാളത്തിൻ്റെ മഹാനടൻ, ആ നടനെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചതിന്, ഇന്ത്യൻ സിനിമയ്ക്ക് സമ്മാനിച്ചതിന് നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് അമ്മ ശാന്തകുമാരി. കാരണം മോഹൻലാലിന് സിനിമയിൽ അഭിനയിക്കണമെന്ന് ഒരാഗ്രഹം പറയുമ്പോൾ തനിക്ക് താല്പര്യമില്ലാതിരുന്നിട്ട് പോലും തൻ്റെ മകൻ്റെ ആഗ്രഹത്തിന് വിലങ്ങുതടിയായി നിൽക്കണ്ട എന്ന് കരുതി അതിനെല്ലാ പിന്തുണയും നൽകിയ അമ്മയാണ് ഈ ശാന്തകുമാരി അമ്മ. അതിനായി ആദ്യത്തെ ചിത്രത്തിന് തിരുനോട്ടം എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ ആദ്യ ചിത്രം, അത് ഇവിടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അതിനായി ഈ വീടിൻ്റെ പരിസരം നൽകാൻ കൂടി അമ്മ തയ്യാറായിരുന്നു. മോഹൻലാൽ സൈക്കിൾ ചവിട്ടി വരുന്ന ഒരു ഷോട്ടാണ് ഇവിടെ എടുത്തിരുന്നത്. ആ ഷോട്ട് അമ്മ വീട്ടിൽ നിന്ന് കാണുന്ന കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് പലപ്പോഴും മോഹൻലാൽ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നതാണ്. അത്തരത്തിൽ ഒരുപാട് ഓർമ്മകളുള്ള ഒരു വീട് കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് ശാന്തകുമാരി അമ്മയ്ക്ക് ഈ വീടിനോട് അത്രയും പ്രിയപ്പെട്ടതാവുന്നതും. അങ്ങനെ ആണ് ഇപ്പോൾ ഈ വീട്ടിലേക്ക് 12 വർഷങ്ങൾക്ക് ശേഷം തിരികെ എത്തുന്നത്. 12 വർഷങ്ങൾക്ക് മുമ്പ് പക്ഷാഘാതം ഉണ്ടാകുമ്പോഴാണ് വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അങ്ങനെ കൊച്ചിയിലേക്ക് മാറുന്നതും. കഴിഞ്ഞ കുറേ നാളുകളായി സംസാരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലായിരുന്നു അമ്മ. പക്ഷേ പക്ഷാഘാതം ഉണ്ടായി 10 വർഷമായി. അത്രയും നാൾ അമ്മ ചികിത്സയിലായിരുന്നു. നേരത്തെ അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ദീർഘനാൾ. പിന്നീട് വീട്ടിൽ സ്വന്തമായി മോഹൻലാൽ തൻ്റെ അമ്മയ്ക്ക് നൽകാവുന്ന പരമാവധി പരിചരണം ഒരാശുപത്രിയുടെ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. വീട്ടിൽ തന്നെയായിരുന്നു അമ്മ ഉണ്ടായിരുന്നത്. ഇതിനിടയിലാണ് ഇന്നലെ ഉച്ചയോടുകൂടി അന്ത്യം സംഭവിച്ചത്. പിന്നീട് അമൃത ഹോസ്പിറ്റലിൽ ഡോക്ടർമാരെത്തി സ്ഥിരീകരിക്കുകയായിരുന്നു. മോഹൻലാൽ ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ടായിരുന്നു കൊച്ചിയിൽ തന്നെ. അദ്ദേഹവും സഹപ്രവർത്തകരും വളരെ പെട്ടെന്ന് എത്തിച്ചേർന്നു. പിന്നീട് അങ്ങോട്ട് ഒരു മഹാപ്രവാഹമായിരുന്നു. ഇടപ്പഴിഞ്ഞിയിലെ തിരുവനന്തപുരത്തെ മുടവൻമുകളിലെ വീട്ടിലേക്കായാലും ഇന്നലെ കൊച്ചിയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കായാലുമൊക്കെ അനവധി ആളുകൾ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. ശാന്തകുമാരി അമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങിയ കാഴ്ചകൾ നമ്മൾ കണ്ടു. അഭിലാഷ് തുടരുന്നുണ്ട്. അഭിലാഷ്, 4 മണിക്ക് ആണ് ചടങ്ങുകൾ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. വീട്ടുവളപ്പിൽ തന്നെ ആയിരിക്കുമല്ലോ. ഇപ്പോഴത്തെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? വീട്ടുവളപ്പിൽ 4 മണിക്ക് വീട്ടുവളപ്പിൽ ഈ ഹിൽ വ്യൂ എന്ന് പറയുന്ന വീടിൻ്റെ പുറകുവശത്തുള്ള സ്ഥലത്താണ് അന്തിമ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അവിടെ ഭർത്താവ് വിശ്വനാഥ് നായരുടെയും അതുപോലെ മകൻ പ്യാരേലാലിൻ്റെയും ഉറങ്ങുന്ന മണ്ണുണ്ട്. അതിന് തൊട്ടടുത്താണ് ഇവിടെ ശാന്തകുമാരിക്കും അന്ത്യവിശ്രമം കൊള്ളുന്നതിന് സ്ഥലം സജ്ജീകരിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മോഹൻലാലും മകൻ പ്രണവ് മോഹൻലാലും ചേർന്ന് അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ 4 മണിക്ക് ബാക്കി സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് നിരവധി ആളുകളാണ് സമയം അടുക്കുംതോറും 4 മണിയാകും തോറും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. തിരക്ക് ഇങ്ങനെ കൂടി വരുന്നൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. വീടിൻ്റെ 2 വശത്തു നിന്നും ക്യൂ ഉണ്ട്. ഉച്ച ഒരു 11 മണിവരെയൊക്കെ അത്രയും ക്യൂ ഇല്ലായിരുന്നു. കയറി കണ്ടു പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 4 മണിയോട് അടുക്കുന്നതോടുകൂടി തന്നെ ഗേറ്റിൻ്റെ ഇരുവശങ്ങളിലുമായി ക്യൂ ഉണ്ട്. അവരെ അകത്തേക്ക് കയറ്റിവിടുന്നതിന് വേണ്ടി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ മൃതശരീരത്തിന് അരികിൽ തന്നെ മോഹൻലാൽ ഉണ്ട്. മോഹൻലാലിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് സുഹൃത്തുക്കളും ഭാര്യയും മക്കളുമെല്ലാം ഒപ്പമുണ്ട്. മോഹൻലാലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദുഃഖം തന്നെയാണ്. കാരണം അമ്മയും അച്ഛനും സഹോദരനും നേരത്തെ നഷ്ടപ്പെട്ട മോഹൻലാലിന് ഒപ്പമുണ്ടായിരുന്നത് അമ്മയായിരുന്നു. ആ അമ്മയും കൂടി ഈ 2025 അവസാന ദിവസങ്ങളാകുമ്പോഴേക്കും മോഹൻലാലിനെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് മോഹൻലാലിനെ സംബന്ധിച്ച് ഏറ്റവും കൈപ്പേറിയ പങ്കുവെക്കുന്നത്. മുടവൻമുകളിലെ മോഹൻലാലിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ അമ്മയുടെ ഭൗതിക ശരീരമുള്ളത്. പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി ലോകം. പസഫിക് സമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രീയം കിരിബാത്തിയാണ് 2026 ആദ്യം വരവേൽക്കുക. ഇന്ത്യയിൽ പുതുവർഷം തുറക്കുന്നതിന് 8.5 മണിക്കൂർ മുൻപാണ് കിരിബാത്തി ദ്വീപ് 2026 കടക്കുക. മറ്റിടങ്ങൾക്കും
മുമ്പേ പുതുവർഷത്തെ വരവേൽക്കാൻ പല രാജ്യങ്ങളിൽ നിന്നും സഞ്ചാരികൾ ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ്. കിരിബാത്തിക്ക് പിന്നാലെ ന്യൂസിലാൻഡിലും പസഫിക് ദ്വീപുകളായ ടോക്കലൌ, ടോങ്ക എന്നിവിടങ്ങളിലും പുതുവർഷമെത്തും. മറ്റു വാർത്ത, പുതുവർഷത്തെ വരവേൽക്കാൻ കൊച്ചിയും ഒരുങ്ങിയിരിക്കുന്നു. വേളി ഗ്രൗണ്ടിലും പരേഡ് ഗ്രൗണ്ടിലുമായി 2 പാപ്പാഞ്ഞിമാരെയാണ് ഒരുക്കിയിരിക്കുന്നത്. പുതുവത്സരാഘോഷം കണക്കിലെടുത്താണ് കനത്ത സുരക്ഷയിൽ എറണാകുളം ജില്ല. പുതുവത്സരാഘോഷത്തിന് എത്തുന്നവരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഫോർട്ട് കൊച്ചിക്കാർ. ഡിസംബർ മാസം മുതൽ ആരംഭിച്ച ആഘോഷം പുതുവത്സരത്തോടെ അവസാനിക്കുമെന്ന സങ്കടം മാത്രമാണ് ഇവർക്ക്. പുതുവത്സരാഘോഷങ്ങൾക്കായി ഫോർട്ട് കൊച്ചി ഒരുങ്ങുകയാണ്. മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വലിയ ആഘോഷത്തിമിർപ്പിലേക്കെല്ലാം തന്നെ ഫോർട്ട് കൊച്ചിയും പരിസരവും പതുക്കെ നടന്നെടുക്കുകയാണ്. ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് പുതുവത്സരത്തെ എതിരേൽക്കുന്ന പപ്പാഞ്ഞിയിരിക്കുക. അത് വർഷങ്ങളായി, നാളുകളായിട്ട് നടന്നു വരുന്നൊരു കാര്യമാണ്. ഇക്കുറി ഒരു പ്രത്യേകത 2 ഇടങ്ങളിൽ അതുണ്ട് എന്നതാണ്. ഒന്ന് ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിലും ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിലും. നമ്മളുള്ളത് ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിലാണ്. പരേഡ് ഗ്രൗണ്ടിലും വിപുലമായ സംവിധാനങ്ങളുണ്ട്. നാളുകളായിട്ട്, വർഷങ്ങളായിട്ട് നടക്കുന്ന സ്ഥലം പരേഡ് ഗ്രൗണ്ടാണ്. പിന്നീട് ഇപ്പോൾ വെളി ഗ്രൗണ്ടിൽ കൂടി ഇത്തരമൊരു സംവിധാനങ്ങൾ വരുന്നു. ഏതായാലും 2 ഇടങ്ങളിൽ വരുന്നതോടെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഒഴിവാക്കാൻ കഴിയുന്നു എന്നതാണ് അധികൃതരുടെ, പോലീസ് അധികൃതരുടെ എല്ലാം ഭാഗത്തു നിന്നുള്ള ഒരു നിരീക്ഷണം. 2 ഇടങ്ങളിലേക്കായിട്ട് വലിയൊരു ജനക്കൂട്ടം വരുന്നത് കുറച്ച് ആശ്വാസമാണ്. 2 സ്ഥലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്നു എന്നത്. നേരത്തെ എല്ലാം തന്നെ ഫോർട്ട് കൊച്ചി മാത്രമായി ക്രമീകരിക്കുന്നു, ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ട് മാത്രമായി നിജപ്പെടുത്തുന്ന വലിയ രീതിയിലുള്ള ആളുകളുടെ തിരക്കും ബഹളവും എല്ലാം തന്നെ ഉണ്ടാക്കിയിരുന്നു. വലിയ പ്രശ്നങ്ങൾ പലപ്പോഴും തന്നെ പോലീസിന് ഇടപെടേണ്ട ഘട്ടങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇക്കുറി 2 ഇടങ്ങളിലായിട്ട് പപ്പാഞ്ഞി എരിയുന്നു എന്നത് വലിയ കൂടുതൽ സന്തോഷം നൽകുന്നു എന്നതാണ് ആളുകൾ പറയുന്നത്. എപ്പോഴേയും ഉച്ചയാകുന്നതോടെ തന്നെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരുന്നു. പല രീതിയിലുള്ള ക്രമീകരണങ്ങളടക്കം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ഗതാഗത ക്രമീകരണമാണ്. കൂടുതലും പൊതുഗതാഗതത്തെ ആശ്രയിക്കുക എന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം അടക്കം നൽകുന്നുണ്ട്. സ്വകാര്യ വാഹനങ്ങൾ വന്നാൽ ഇവിടേക്ക് വാഹനങ്ങൾക്ക് വരാനായിട്ട് സാധിക്കുകയില്ല. പകരം മറ്റിടങ്ങളിൽ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്ത ശേഷമായിരിക്കും വരേണ്ടത്. കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ, KSRTC ഇത്തരം സംവിധാനങ്ങൾ, പൊതു സംവിധാനങ്ങളെല്ലാം ഏകോപിപ്പിച്ചായിരിക്കും തിരിച്ചുള്ള ഒരു ആളുകളുടെ പോക്ക്. കാരണം ഇപ്പോൾ നമ്മൾ കാണുന്ന വലിയ കൂറ്റൻ പപ്പാഞ്ഞിയെല്ലാം തന്നെ 12 മണിക്ക് എരിഞ്ഞു തുടങ്ങുന്നതോടെ ഒരു ആഘോഷത്തും അതിന്റെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് നീങ്ങും. അതിനുശേഷം പിന്നീട് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന തിരക്കെല്ലാം തന്നെ നിയന്ത്രിക്കണമെന്നതെല്ലാം തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും വലിയ തിരക്കിലേക്കും എല്ലാം തന്നെ ഫോർട്ട് കൊച്ചിയും പരിസരവും എല്ലാം തന്നെ മാറുകയാണ്. ഇവിടെയുള്ളതാണോ? അത് ഇവിടെ തന്നെയുള്ള. എങ്ങനെയുണ്ട്? 2 ഇടങ്ങളിലായിട്ട് തവണ ഒരു ആഘോഷങ്ങളാണല്ലോ. അതെ, കൂടുതൽ സന്തോഷം. അതെ, അടിപൊളിയല്ലേ? ഫോർട്ട് കൊച്ചിക്കാർക്ക് സന്തോഷമുള്ള ദിവസമല്ലേ ഫോർട്ട് കൊച്ചി എല്ലാം മൊത്തം ആളുകളെല്ലാം ഒരു പപ്പാഞ്ഞൊക്കെ ഉണ്ടോടാ? ഇഷ്ടമായോ? എങ്ങനെയുണ്ട്? നല്ലത്. രാത്രി വരുമോ നിങ്ങളെല്ലാവരും? രാത്രി ഇവിടുത്തെ തിരക്ക്, അത് കുട്ടികളെ കൊണ്ട് വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് പകലൊന്ന് വന്ന് കാണിച്ചു പോകാന്ന് പറഞ്ഞു. രാത്രി വലിയ തിരക്കിലേക്കൊക്കെ മാറുന്നുണ്ടല്ലോ. അതെ, ഇന്നലെയും വരാനായിട്ട് ഒത്തില്ല. കാര്യം മഴമരമൊക്കെ അടുത്താണെങ്കിലും വന്ന് കണ്ടുപോകാൻ വലിയ പാടാണ്. രാത്രി ആകുമ്പോഴേക്കും തിരക്കാണ്, ബുദ്ധിമുട്ട്. ഏതായാലും അവര് പറയുന്ന പോലെ തിരക്ക് നിയന്ത്രിക്കുക എന്നത് തന്നെയാണ് പോലീസും മറ്റും കാര്യമായി ഇടപെടുന്നത്. 1500-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ തിരക്കിലേക്ക് പുതുവത്സരാഘോഷങ്ങളുടെ സജീവതയിലേക്കെല്ലാം തന്നെ ഫോർട്ട് കൊച്ചി എത്തുകയാണ്. ക്യാമറമാൻ മനോജിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18 കൊച്ചി. ഫോർട്ട് കൊച്ചി എന്നത് ഏത് സമയത്തും ആഘോഷങ്ങളുടെ ഒരു വലിയ പേരായിട്ട് തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. അത് പ്രത്യേകിച്ച് ഡിസംബർ അതിന്റെ ഒരു സീസണിലേക്ക് വരുമ്പോൾ അതൊന്നുകൂടി ഇരട്ടിക്കും. പുതുവത്സരമാകുമ്പോൾ, ആ ദിവസമാകുമ്പോൾ അത് ഇരട്ടിയാണ് അടിച്ചു പൊളിക്കുക എന്നതാണ്. നമുക്കൊപ്പം ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള തന്നെ കുറേയധികം സുഹൃത്തുക്കൾ ചേരുന്നുണ്ട്. ഈ ദിവസത്തിന്റെ ഒരു വൈബ് എന്ന് പറയുന്നത് അത് ഇങ്ങനെ പുറത്തുനിന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നത്? ഞങ്ങൾക്ക് നല്ലൊരു ഫീലിംഗ് ആണ്, ഒന്നും പറയില്ല. ഡിസംബർ മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളിക്കാനുള്ളൊരു മാസം ന്യൂ ഇയർ. നേരത്തെ ഇവിടെ എത്തുമോ? നേരത്തെ എത്തും. നേരത്തെ എത്തി സ്ഥലം പിടിക്കും. അതാ നമ്മുടെ. അതെ അതെ.
ഇവിടെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നമ്മള് ഇങ്ങനെ കൂടും. അതെ അതെ, തീരുന്നത് വരെ ഉണ്ടാവും. ഇവിടെ പുറത്തുനിന്ന് വരുന്ന ആളുകളെല്ലാം തന്നെ ഒരുപാട് പേരുണ്ടാവുമല്ലോ. അവരോടൊക്കെ എന്താ നിങ്ങൾ പറയാനുള്ളത്? ഓരോ വർഷവും അത് കൂടി വരികയാണ് ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുന്നത്. അതെ അതെ, ജനങ്ങളുടെ പ്രവാഹം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിലേക്ക് എത്തുന്ന നമുക്ക് കൂടുതൽ സന്തോഷം. അതെ, എല്ലാവരും സ്നേഹത്തോട് എല്ലാരും പല ജില്ലക്കാരും എല്ലാം ഒന്നിച്ചിവിടെ വരുന്നവരെ ഒരു സമയം. അതാണ് സ്നേഹത്തോടെ കൊച്ചി എല്ലാവരെയും, എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. രാജ്യത്തിന് പുറത്തുനിന്ന് ഒരുപാട് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ തന്നെയും കൊച്ചി വന്ന് കണ്ടുപോയ ഇടത്ത് വീണ്ടും പുതുതലമുറ അതേ സഹിഷ്ണുതയോടുകൂടി തന്നെയാണ് ഏറ്റുപെടുന്നത്. എല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കേരളത്തിലേക്ക് പുറത്ത് ഫോറിനേഴ്സ് എല്ലാം വരുമ്പോഴും എല്ലാവരും വരുമ്പോഴും കൊച്ചിയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. കൊച്ചി അങ്ങനെ ഒരു സ്വാഗതം ചെയ്തുകൊണ്ട് പോകുന്നതാണ്. നിങ്ങൾ എന്താണ് ഈ ദിവസത്തിന്റെ ഒരു വൈബ്? ഈ വൈബ് എന്ന് പറഞ്ഞാൽ ഇനി കിട്ടത്തില്ല. ഡിസംബർ എന്ന് പറഞ്ഞാൽ നമ്മ ആഘോഷമാണ്. 25-ാം തീയതി തുടങ്ങണേണ് ഞങ്ങൾ നാട്ടുകാരുടെ ആഘോഷം. ഡിസംബറാണത്. അത് ഒരിക്കലും മാറില്ല. അത് കൂടിക്കൂടി വന്നത്. ഇനിയൊരു മാസം കൂടെ ഉണ്ടെങ്കിൽ അത് അത്രയും വലിയ ഭാരമാണ്. ഡിസംബർ കുറച്ച് എണ്ണം. അതെ അതെ, 31 ഞങ്ങൾ കൂട്ടിയാൽ കൊള്ളാം. ഞങ്ങൾ ഇവിടെ തന്നെ. ഈ ദിവസം നാട്ടുകാരാണ് ഇപ്പൊ ഞാൻ കണ്ടെടുത്തോളം കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരുന്നത്. ഈ സമയം നിങ്ങളാണ് കൂടുതൽ എൻജോയ് ചെയ്യുക. അതെ അതെ, ഡിസംബർ ആവാൻ നമ്മൾ ആ ഒരു വർഷം കംപ്ലീറ്റ് കാത്തിരിക്കുക. കാരണം നമ്മള് എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ ലൈറ്റ് ഒക്കെ കാണുമ്പോഴത്തേനും വേറെ ലെവലാണ്. അതെ, ആ ഡിസംബർ കുറച്ചുകൂടി നീട്ടി കിട്ടാനെന്നാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഒരു കൊല്ലത്തോളം നമ്മൾ കാത്തിരിക്കണല്ലോ. അടുത്തൊരു കൊല്ലം വരെ നമ്മൾ കാത്തിരിക്കണം. നമ്മൾ എന്തായാലും ഇറങ്ങിയിരിക്കും. വേറെ ചോയ്സ് ഇല്ല, നമ്മൾ അത്രയും വെയിറ്റിംഗ് ആണല്ലോ. ഈ 1-ാം തീയതി ഇപ്പൊ ഇന്നത്തോടെ തീർന്നതല്ല. നമുക്ക് ഇന്നത്തോടെ തീർന്ന കഴിയുമ്പോ ഒരു വിഷമമാണ്. തീരല്ലേ എന്നുള്ളൊരു ഇതാണ്. അതാണ് അങ്ങനെ കുറെ ഫോർട്ട് കൊച്ചിയിലെ ഈ നാട്ടുകാരുടെ ഒരു മൂഡാണ് ഇപ്പൊ പറയുന്നത്. കാരണം സാധാരണ ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ബഹളങ്ങൾ എന്നെല്ലാം തന്നെ പറയുമ്പോൾ അത് അങ്ങനെയൊന്നുമല്ല. ഈ ദിവസം അടിച്ചു പൊളിക്കാനായിട്ട് അവർ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇത് കഴിഞ്ഞു പോകുമ്പോൾ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഇവിടേക്ക് എത്തുന്നവരെ സഹർഷം ഫോർട്ട് കൊച്ചിക്കാർ സ്വാഗതം ചെയ്യുന്നു. കൊച്ചിയിലേക്ക് വരിക, അസൗകര്യങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ വളരെ സ്നേഹത്തോടെ കൊച്ചി വിളിക്കുന്നു പുതുവത്സരം ആഘോഷിക്കുന്നതിന് വേണ്ടി. ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. മൂന്നാർ സഞ്ചാരികൾക്ക് KSRTCയുടെ പുതുവത്സര സമ്മാനം. റോയൽ വ്യൂ 2.0 ഡബിൾ ടക്കർ ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് തിരുവനന്തപുരം ആനയറയിലെ സ്വിഫ്റ്റ് ആസ്ഥാനത്ത് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിച്ചു. യാത്രക്കാർക്ക് പുറം കാഴ്ചകൾ പൂർണ്ണമായും ആസ്വദിക്കാൻ കഴിയുന്ന ഡബിൾ ടക്കർ സഞ്ചാരികളിൽ വൻ സ്വീകാര്യത നേടിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് രണ്ടാമത്തെ റോയൽ വ്യൂ ഡബിൾ ടക്കർ പുറത്തിറക്കിയത്. ന്യൂസ് 18 മലയാളി ഓഫ് ദ ഇയർ പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും. ശശി തരൂർ MP ആണ് മലയാളി ഓഫ് ദ ഇയറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. വൈകിട്ട് 4 മണിക്ക് തിരുവനന്തപുരം തൈക്കാട് ലെമൺ ട്രീ പ്രീമിയറിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. മലയാളി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ കയ്യൊപ്പ് ചാർത്തിയവരെയാണ് ന്യൂസ് 18 മലയാളി ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുന്നത്. ലോകവേദികളിൽ ഇന്ത്യയുടെ ശബ്ദമായ ഡോക്ടർ ശശി തരൂർ MP ആണ് ഇക്കുറി മലയാളി ഓഫ് ദി ഇയർ. തുടർച്ചയായി 4 വട്ടം തിരുവനന്തപുരം MP നടത്തിയ തലസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളും ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് വിദേശ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള രാജ്യാന്തര ദൗത്യ സംഘത്തിന്റെ അംഗമായി രാജ്യത്തിന്റെ ദേശീയത ഉയർത്തിപ്പിടിച്ച് നടത്തിയ ശ്രമങ്ങളും പരിഗണിച്ചാണ് പുരസ്കാരം. മലയാളികളുടെ പ്രിയനടി മമത മോഹൻദാസിനെ ഇൻസ്പയറിംഗ് വുമൺ പുരസ്കാരത്തിനും തെരഞ്ഞെടുത്തു. പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിട്ട മനക്കരുത്തിനും 2 പതിറ്റാണ്ട് പിന്നിട്ട തെന്നിന്ത്യയിലെ സിനിമാ ജീവിതത്തിനുമാണ് പുരസ്കാരം. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുരിതാശ്വാസം കാര്യക്ഷമമായ രീതിയിൽ നടത്തുകയും പുനരധിവാസം ലോകോത്തര നിലവാരത്തിൽ നടപ്പാക്കുകയും ചെയ്ത ക്രൈസിസ് മാനേജ്മെന്റ് മികവിന് റവന്യൂ മന്ത്രി K രാജനെയും പുരസ്കാരം നൽകി ആദരിക്കും. പ്രസാധകരുടെ പിന്തുണയില്ലാതെ വിപ്ലവം സൃഷ്ടിക്കുകയും സിനിമാറ്റിക് വായനാനുഭവങ്ങളിലൂടെ വായനക്കാർക്ക് നവ്യാനുഭവം സമ്മാനിക്കുകയും ചെയ്ത റാം കെയർ ഓഫ് ആനന്ദിയുടെ എഴുത്തുകാരൻ അഖിൽ P ധർമ്മജനാണ് സാഹിത്യരംഗത്തെ പുരസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫസ്റ്റ് റണ്ണറപ്പ് അനീഷ് T പോപ്പുലർ മലയാളിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. അടുക്കളയിൽ ഒതുങ്ങുമായിരുന്ന അമ്മയെ ലോകത്തിന്റെ കാഴ്ചകളിലേക്ക് കൈപിടിച്ചു നടത്തിയതിലൂടെ മലയാളികൾക്ക് പ്രിയപ്പെട്ടവരായ ശരത് കൃഷ്ണനും ഗീതയ്ക്കും സോഷ്യൽ ഇൻഫ്ലുവൻസർമാർക്കുള്ള പുരസ്കാരവും സമ്മാനിക്കും.
ഗൾഫിലെയും കേരളത്തിലെയും പ്രമുഖ ബ്രാൻഡുകളായ സദേൺ ഫ്രൈഡ് ചിക്കൻ്റെയും മുരളിയയുടെയും സ്ഥാപകനും സാമൂഹിക പ്രവർത്തന രംഗത്ത് 3 പതിറ്റാണ്ടായി ജീവിതം സമർപ്പിച്ചിരിക്കുകയും ചെയ്യുന്ന കെ മുരളീധരൻ മാതൃകാ മലയാളിയായും ആദരിക്കപ്പെടും. ബിസിനസ് രംഗത്ത് സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച പിട്ടാപ്പിള്ളിൽ ഏജൻസി സ്ഥാപകൻ പോൾ പിട്ടാപ്പിള്ളിലിനെ ബിസിനസ് ലെജൻഡ്, പൊൻകതിർ ഫുഡ് മാനേജിംഗ് ഡയറക്ടർ ബിജോയ് PR-നെ എമർജിംഗ് ബിസിനസ്മാൻ, അറ്റ്ലസ് മഹാറാണി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ റിയാസ് VA-യെ യുവസംരംഭകനായും പുരസ്കാരങ്ങൾക്ക് തെരഞ്ഞെടുത്തു. തിരുവനന്തപുരം മേയർ VV രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ് എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമലയിൽ തീർത്ഥാടക തിരക്ക്. ഉച്ചവരെ 47,000-ത്തിലധികം പേർ ദർശനം നടത്തി. 80,000-ത്തിലധികം പേർ ഇന്ന് ദർശനത്തിനെത്തുമെന്നാണ് കണക്കുകൂട്ടൽ. വലിയ ഭക്തജന തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. മകരവിളക്ക് പൂജകൾക്കായിട്ട് ഇന്നലെ വൈകുന്നേരമാണ് നട തുറന്നത്. ഇന്നലെ വൈകുന്നേരം മുതൽ രാത്രി 12 മണി വരെയുള്ള കണക്ക് പ്രകാരം 57,000-ത്തിലധികം തീർത്ഥാടകർ സന്നിധാനത്തെത്തി ദർശനം നടത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെയും നട തുറന്നപ്പോൾ മുതൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. മിനിറ്റിൽ ഏതാണ്ട് 60-നും 70-നും ഇടയ്ക്ക് തീർത്ഥാടകരെ 18-ാം പടി കയറ്റി വിടുന്നുണ്ട്. പക്ഷേ തീർത്ഥാടകരുടെ വരി, കാത്തു നിൽക്കുന്നവരുടെ നിര മരക്കൂട്ടവും പിന്നിട്ട് നീണ്ടുകിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ പമ്പയിൽ നിന്ന് ഊഴം വെച്ചാണ് തീർത്ഥാടകരെ കയറ്റിവിടുന്നത്. കൃത്യമായ ഇടവേളകൾ എടുത്തുകൊണ്ടാണ് തീർത്ഥാടകർ കയറ്റിവിടുന്നത്. സന്നിധാനത്ത് വലിയ തിരക്ക് അനുഭവപ്പെടാതിരിക്കാൻ ആണ് ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ എത്തുന്നവർക്ക് സുഗമമായിട്ട് ദർശനം നടത്തി മടങ്ങി പോകാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ നടപ്പന്തലിലൊക്കെ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വന്നേക്കാം. എന്നിരുന്നാൽ തന്നെയും അവർക്ക് ദർശനം സുഗമമായി നടത്തി പോകാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിലും വിർച്വൽ ക്യൂ ബുക്കിങ്ങും സ്പോട്ട് ബുക്കിങ്ങും ഒക്കെ ഏകദേശം 80,000 മുകളിലേക്ക് പോകുമെന്ന് തന്നെയാണ് അധികൃതരുടെ കണക്കൂട്ടൽ. അതൊരു പക്ഷേ 90,000-ത്തിനടുത്ത് എത്താനുള്ള സാധ്യതയും തള്ളിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ വലിയ മുന്നൊരുക്കങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് സന്നിധാനത്ത് ഇപ്പോഴുള്ളത്. സന്നിധാനത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. കോഴിക്കോട് കുറ്റഞ്ചേരി ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനയിടഞ്ഞ് 7 പേർക്ക് പരിക്ക്. ചൊവ്വാഴ്ച 10:30 ദേശവരവ് കഴിഞ്ഞ് തളയ്ക്കാൻ കൊണ്ടുപോകുന്നതിനിടയിലാണ് ആന ആൾക്കൂട്ടത്തിനിടയിലേക്ക് കയറിയത്. പരിഭ്രാന്തരായ ജനം കൂട്ടം ചിതറിയോടുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ആനയെ തളച്ചതിനാൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. ആരുടെ പരിക്ക് ഗുരുതരമല്ല. പരിക്കേറ്റവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രികളിലുമായി ചികിത്സയിലാണ്. ആലപ്പുഴ മുഹമ്മ പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥൻ തൂങ്ങി മരിച്ച നിലയിൽ. CPO സന്തോഷ് കുമാറാണ് മരിച്ചത്. തിങ്കളാഴ്ച നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയതായിരുന്നു സന്തോഷ്. ചൊവ്വാഴ്ച വൈകുന്നേരമായിട്ടും വീട്ടിലെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് സ്റ്റേഷന്റെ അടച്ചുപൂട്ടിയ ടെറസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോഴിക്കോട് തിരുവള്ളൂരിൽ ഗുഡ്സ് ഓട്ടോ ഡ്രൈവർക്ക് നേരെ ആൾക്കൂട്ട മർദ്ദനമെന്ന് പരാതി. ഗുഡ്സ് ഓട്ടോറിക്ഷ ബൈക്കിൽ തട്ടിയെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. പേരാമ്പ്ര കൽപ്പത്തൂർ സ്വദേശി ഷബീറിനാണ് മർദ്ദനമേറ്റത്. തിങ്കളാഴ്ച രാത്രി 7:30-ക്കാണ് സംഭവം. മർദ്ദനത്തിൽ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ബന്ധുക്കൾ വടകര പോലീസിൽ പരാതി നൽകി. KSRTC ബസ്സിൽ നിന്ന് യുവതിയെ വഴിയിൽ ഇറക്കിവിട്ട സംഭവത്തിൽ താൻ നിരപരാധിയെന്ന് നടപടി നേരിട്ട കണ്ടക്ടർ. സംഭവ ദിവസം നെയ്യാറ്റിൻകര വെള്ളറട റൂട്ടിലല്ല താൻ ജോലി ചെയ്തതെന്നാണ് കണ്ടക്ടർ C. അനിൽകുമാർ പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഗൂഗിൾ പേ പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് യുവതിയെ രാത്രിയിൽ പെരുവഴിയിൽ ഇറക്കിവിട്ടത്. കഴിഞ്ഞ 26-ാം തീയതിയായിരുന്നു വെള്ളറട സ്വദേശിയും കുന്നത്തുകാലിലെ സ്വകാര്യ ആശുപത്രി ജീവനക്കാരുമായ ദിവ്യയെ ഗൂഗിൾ പേ പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് രാത്രി ബസ്സിൽ നിന്നും ഇറക്കിവിട്ടത്. സംഭവം വിവാദമായതോടെ താൽക്കാലിക കണ്ടക്ടറായ C. അനിൽകുമാറിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. എന്നാൽ ഇപ്പോൾ സംഭവം നടന്ന ബസ്സിലെ കണ്ടക്ടർ താനായിരുന്നില്ല എന്നാണ് അനിൽകുമാർ പറയുന്നത്. നെയ്യാറ്റിൻകര വെള്ളറട ബസ്സിലാണ് യാത്രക്കാരിയെ ഇറക്കിവിട്ട പരാതി ഉയർന്നത്. അന്നേ ദിവസം താൻ പാറശാല വെള്ളറട സർവീസിലാണ് ഡ്യൂട്ടി ചെയ്തിരുന്നത് എന്നാണ് അനിൽകുമാർ അവകാശപ്പെടുന്നത്. നമ്മളെ വണ്ടി കൂനമ്പനെ നമ്മളെ വണ്ടി പോവില്ല. അപ്പൊ ഇവര് കൂനമ്പന എന്നുള്ള സ്ഥലം വണ്ടി പോവില്ല. അങ്ങനെ ഒരു പേരും പറഞ്ഞാണ് ഈ വിഷയം എടുത്തിട്ടത്. നമ്മള് 8:30-ക്ക് കളയിക്കളയെന്നാണ് വെള്ളടയിലോട്ട് വന്നത്. ഈ കൊച്ചു പറയുന്നത് കൂനമ്പന എന്ന് കയറിയെന്നാണ്. അപ്പൊ കൂനമ്പന നമ്മളെ ബസ് പോവില്ല.
കൂടാതെ ദിവ്യ ബസ് കയറിയെന്ന് പറയുന്ന കൂനംപാനിയിലേക്ക് പാറശാലയിൽ നിന്നും പുറപ്പെടുന്ന വണ്ടി പോകില്ല എന്നും അനിൽകുമാർ ഉറപ്പിച്ച് പറയുന്നു. ഈ വിവാദങ്ങൾ ശരിയാണെങ്കിൽ കൃത്യമായ അന്വേഷണം നടത്താതെയാണ് KSRTCയുടെ നടപടി എന്ന് വിലയിരുത്തേണ്ടി വരും. പരാതി പ്രകാരം രാത്രി 8:30 ജോലി കഴിഞ്ഞ് ദിവ്യ കൂനംപാനയിൽ നിന്നും ബസ് കയറി. ഗൂഗിൾ പേ പ്രവർത്തിക്കാത്തത് കാരണം 18 രൂപ ടിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് കണ്ടക്ടർ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഇറക്കി വിടുകയായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഭർത്താവ് എത്തുന്ന സമയം വരെ 2.5 കിലോമീറ്ററോളം ഇരുട്ടിൽ നടക്കേണ്ടി വന്നു എന്നും ദിവ്യ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. താമരശ്ശേരി ചുരത്തിലെ ദുരിതപൂർണമായ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് വയനാട്ടിലെ UDF MLA-മാരുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം. സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ, കൽപ്പറ്റ MLA T സിദ്ദിഖ് എന്നിവരാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. ചുരത്തിലെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കോഴിക്കോട്, വയനാട് ജില്ലാ ഭരണകൂടങ്ങൾ തമ്മിൽ ഏകോപനമില്ലെന്നും സർക്കാർ സംവിധാനങ്ങൾ തികഞ്ഞ നിസ്സംഗത കാട്ടുകയാണെന്നും UDF ആരോപിക്കുന്നു. ദിവസേന ആയിരക്കണക്കിന് യാത്രക്കാർ മണിക്കൂറുകളോളം ചുരത്തിൽ കുടുങ്ങുന്ന സാഹചര്യം നിലനിൽക്കുമ്പോഴും ബദൽ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ അധികൃതർ പരാജയപ്പെട്ടുവെന്ന് MLA-മാർ ചൂണ്ടിക്കാട്ടി. അഡ്വക്കേറ്റ് T സിദ്ദിഖും IC ബാലകൃഷ്ണനും നടത്തുന്ന ഈ ഒരു രാപ്പകൽ നിരാഹാര സമരത്തിന് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരോടും ഞാൻ ഐക്യദാർഢ്യം ഈ സമയം പ്രഖ്യാപിക്കുകയാണ്. ഇത് വലിയൊരു മാനുഷിക പ്രശ്നമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ചുരത്തിലൂടെ നമുക്ക് പോകാൻ തന്നെ പറ്റുന്നില്ല. പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് ഇടപെടേണ്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ വേണ്ട തരത്തിൽ ഇടപെട്ട് ഈ കാര്യം വളരെ പെട്ടെന്ന് തന്നെ തീർക്കണമെന്ന് പ്രത്യേകമായി ആവശ്യപ്പെടുകയാണ്. മഞ്ഞുകാലത്ത് മൂന്നാറിന്റെ തണുപ്പ് ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ദേശീയപാതയിൽ ഗതാഗത കുരുക്കും പതിവായി. വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ ഏറെ സമയം വഴിയിൽ കുരുങ്ങിക്കിടക്കുന്ന സ്ഥിതിയുണ്ട്. പുതുവർഷം ആരംഭിക്കാനിരിക്കെ കാലാവസ്ഥയിൽ മുൻപെങ്ങുമില്ലാത്ത മാറ്റമാണ് മൂന്നാറിൽ അനുഭവപ്പെടുന്നത്. ആഴ്ചകളായി 0 ഡിഗ്രിയിൽ താഴെയാണ് മൂന്നാറിന്റെ കാലാവസ്ഥ. തെക്കേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം തണുപ്പനുഭവപ്പെടുന്ന മൂന്നാറിന്റെ പ്രത്യേക കാലാവസ്ഥ ആസ്വദിക്കാനായി എത്തുന്ന സഞ്ചാരികളുടെ എണ്ണവും കൂടി. സഞ്ചാരികൾ കൂടുതലായി എത്തിയതോടെ മൂന്നാറിൽ ഗതാഗതക്കുരുക്കും പതിവാണ്. തിരക്ക് നിയന്ത്രിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് പോലീസ് പറയുമ്പോഴും പലപ്പോഴും ആളുകൾ മണിക്കൂറുകളാണ് വലയുന്നത്. എല്ലാവരോടും പോലീസ് വളരെ പൊളൈറ്റായിട്ടും ജെന്റിലായിട്ടും പെരുമാറാനുള്ള നിർദ്ദേശം ബഹുമാനപ്പെട്ട SP സാർ തന്നെ എല്ലാ ദിവസവും ഉള്ള റോക്ക് ഹോളിൽ തന്നെ സാർ സംസാരിക്കുന്നുണ്ട്. അത് ഞങ്ങളും താഴോട്ട് പറയുന്നുണ്ട്. വരുന്ന ആൾക്കാർ ചിലപ്പോൾ കൂടുതൽ സമയമൊക്കെ നിൽക്കേണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ ഈ ഇവിടുത്തെ ടാക്സിക്കാരോ മറ്റോ അല്ലെങ്കിൽ മറ്റ് ഓട്ടോ ഡ്രൈവേഴ്സിനൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പോലീസ് തന്നെ പെട്ടെന്ന് തന്നെ ഇടപെട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി പിന്തിരിപ്പിച്ച് വിടാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ചുകൂടി നമ്മൾ കെയർ എടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെറിയ ഇഷ്യൂസൊക്കെ മുമ്പ് ഉണ്ടായിട്ടുള്ളതുകൊണ്ട് അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് 24 hours നമ്മൾ പ്രവർത്തിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്കാണ് പോയിട്ടുള്ളത്. നിശ്ചിത സമയത്തിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയാത്തതും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനാവാതെ വാഹനത്തിൽ ഇരിക്കേണ്ടതുമെല്ലാമാണ് സഞ്ചാരികൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധി. ദുരിതം അനുഭവിക്കുന്നത് ഏറെയും കുട്ടികളാണ്. മൂന്നാർ ടൗൺ, ആനച്ചാൽ ടൗൺ, മൂന്നാർ മാട്ടുപ്പെട്ടി റോഡ്, മൂന്നാർ മറയൂർ റോഡ് ഉൾപ്പെടെ എല്ലായിടത്തും സമാന സ്ഥിതിയാണ്. റോഡുകളുടെ വിസ്തൃതിക്കുറവും റോഡ് വക്കിലെ അശാസ്ത്രീയമായ പാർക്കിങ്ങുമെല്ലാമാണ് ഗതാഗത തടസ്സത്തിന് പ്രധാന കാരണം. മൂന്നാറിലെ പ്രതിസന്ധി പരിഹരിക്കാൻ വകുപ്പുകളുടെ സംയുക്ത ഇടപെടൽ ആവശ്യമാണെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 മൂന്നാർ. അട്ടപ്പാടി കാരറ ഗവൺമെന്റ് സ്കൂളിൽ ഡിജിറ്റൽ ക്ലാസ് മുറി ഒരുങ്ങി. പുറം ലോകം അധികം കാണാൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത 80%-ലധികം ഗോത്രവർഗ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന സ്കൂളിൽ കുട്ടികൾക്ക് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരുമായി സംവാദം വേദി ഒരുക്കുന്നതിനാണ് ഇത്. അട്ടപ്പാടിയുടെ സ്വന്തം സിനിമാ നടൻ കൂടിയായ ശ്രീ പഴനിസ്വാമിയാണ് ഡിജിറ്റൽ ക്ലാസ് മുറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഏരിയസ് ഗ്രൂപ്പാണ് കാരറ സ്കൂളിന് നൂതന സംവിധാനം ഒരുക്കി നൽകിയത്. ഏരിയസ് ഗ്രൂപ്പിന്റെ അടുത്ത വർഷത്തെ CSR പദ്ധതിയിൽ കാരറ ഗവൺമെന്റ് UP സ്കൂളിനെ കൂടി ഉൾപ്പെടുത്തിയതായി ഗ്രൂപ്പ് ചെയർമാൻ സോഹൻ റോയ് അറിയിച്ചു. പാലക്കാട് വിളയൂരിൽ ഗ്രാമീണ റോഡ് പുനർനിർമ്മിക്കാൻ നടപടി. കൈപ്പുറം വിളയൂർ റോഡാണ് പുനർനിർമ്മിക്കുന്നത്. 10 വർഷം മുൻപ് ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ച റോഡിൽ തകർച്ച നേരിട്ടതുകൊണ്ടാണ് 6 കോടിയോളം രൂപ ചിലവഴിച്ച് പ്രവർത്തികൾ നടപ്പാക്കുന്നത്.
കൈപ്പുറം വിളയൂർ റോഡിലൂടെ നിരവധി യാത്രക്കാരാണ് സഞ്ചരിക്കുന്നത്. ഒരു വർഷം മുൻപ് ആധുനിക രീതിയിൽ നവീകരിച്ച റോഡിൽ കുഴികൾ രൂപപ്പെട്ടിരുന്നു. റോഡ് നന്നാക്കാൻ 5 കോടി രൂപ അനുവദിച്ചു. റോഡിലെ 45 വർഷത്തിലധികം പഴക്കമുള്ള കലുങ്കുകൾ, പാലം എന്നിവയ്ക്ക് ബലക്ഷയമുള്ളതിനാൽ നവീകരണത്തിന് പിന്നീട് കൂടുതൽ തുക അനുവദിക്കുകയും ചെയ്തു. നവീകരണത്തിന് മുന്നോടിയായി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. നേരത്തെ ഈ BMDC ചെയ്യുന്ന സമയത്ത് നിരവധി ഭാഗങ്ങളിൽ 40-45 വർഷമായി പഴക്കമുള്ള കൾവർട്ടുകളുണ്ട്. അത് ചെയ്യാത്തത് കൊണ്ട് തന്നെ പല കൾവർട്ടുകൾക്കും ഇനിയും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് പടിപടിയായി ചെയ്യുന്നതിനും കൂടുതൽ 2 സൈഡും പ്രൊട്ടക്ട് ചെയ്യുന്നതിനും വേണ്ടി അഡീഷണൽ ആയിട്ടുള്ള പ്രപ്പോസൽ ഗവൺമെന്റിലേക്ക് സമർപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് ഈ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ തന്നെ അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് ബാക്കിയുള്ള കൾവർട്ടുകളും അതുപോലെ സൈഡ് പ്രൊട്ടക്ഷനും കൂടി അതിൽ ഉൾപ്പെടുത്താനുള്ള കാര്യങ്ങൾ കൂടി ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ കാളാഞ്ചിറ ഭാഗത്തെ 2 കലുങ്കുകൾ പുതുക്കി നിർമ്മിച്ചു. എടപ്പലം പേരടിയൂർ ഭാഗത്ത് പാർശ്വഭിത്തിയും പൂർത്തിയാക്കും. 10 കിലോമീറ്റർ ദൂരമുള്ളതാണ് ഈ റോഡ്. റോഡ് ഗതാഗതയോഗ്യമാകുന്നതോടെ യാത്രക്കാർക്ക് വലിയ സഹായമാകും. ന്യൂസ് 18 പാലക്കാട്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 12,455, പവന് 99,640. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,340, പവന് 82,720. വെള്ളി ഗ്രാമിന് 243, കിലോയ്ക്ക് 24,300. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.